പൊന്നാനിയിൽ പൈപ്പ് ലൈൻ ഇടാനായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകളിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന ഉറപ്പ് ലംഘിച്ചതോടെ ഓരോ ദിവസം കഴിയും തോറും റോഡുകളിലെ ഗർത്തങ്ങൾ വർദ്ധിക്കുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനി RV ഹാളിന് മുന്നിൽ മിനി ടോറസ് ലോറി കുഴിയിൽ വീണ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ജലജീവൻ പദ്ധതിക്കും അമൃത് പദ്ധതിക്കുമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടതിനെ തുടർന്നാണ് റോഡുകൾ തകർന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലെ കുഴികളിൽ അറിയാതെ ചെന്നു വീഴുകയാണ് ഇരുചക്ര വാഹനങ്ങൾ. മഴക്കാലത്തിന് മുൻപേ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ പുല്ലുവില പോലും നൽകിയില്ല. പൊന്നാനിയിലെ സകല റോഡുകളും തകരാറിലാണ്. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച റോഡുകളിൽ വരെ കുഴികൾ രൂപപ്പെട്ടു. നിർമ്മാണത്തിലെ അപാകതയും തികഞ്ഞ അഴിമതിയുമാണ് റോഡുകളുടെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആരോപണം. പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്നു. ഈ ഭാഗത്ത് എത്രയും വേഗം റോഡ് നേരെയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ വരെ ഇതുവരെയും നന്നാക്കിയിട്ടില്ല. റോഡുകൾ പുനർനിർമ്മിക്കാൻ പലതവണ അന്ത്യശാസനം നൽകിയെങ്കിലും കരാറുകാർ നിർമ്മാണം നടത്താൻ തയ്യാറായിരുന്നില്ല. നാളെ മുതൽ നിർമ്മാണം നടത്തുമെന്നാണ് ഒടുവിൽ പറയുന്നത്. പേജ് ടി വി ന്യൂസ്, പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.